എല്ലാവർക്കും നമസ്കാരം. ആകാശത്തെ 27 നക്ഷത്രക്കൂട്ടങ്ങളിൽ ഏറ്റവും ഒടുവിലത്തെ താരം, പ്രപഞ്ചത്തിന്റെ ഒരു വലിയ വട്ടം പൂർത്തിയാകുന്ന ആ നിഗൂഢ ബിന്ദുവിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു രഹസ്യമുണ്ട്. രാശിചക്രത്തിന്റെ അവസാന വാതിലായ മീനം രാശിയിൽ ബുധന്റെ നിഴലിൽ ജനിച്ച രേവതി നക്ഷത്രക്കാരായ സ്ത്രീകൾ പുറമെ പ്രശാന്ത സുന്ദരമായ ഒരു കടൽ പോലെ തോന്നിപ്പിക്കുമെങ്കിലും ഉള്ളിൽ പ്രക്ഷുബ്ധമായ വികാരങ്ങളുടെയും വിചാരങ്ങളുടെയും ഒരു മഹാപ്രപഞ്ചം ഒളിപ്പിച്ചു വെച്ചവരാണ് ഇവർ. ആർക്കും പെട്ടെന്ന് തുറക്കാനാകാത്ത ആ ആന്തരിക ലോകത്തിന്റെ നിഗൂഢതകൾ ഒന്നൊന്നായി അഴിച്ചെടുക്കുകയാണ് നമ്മളിവിടെ. കാഴ്ചയിൽ തന്നെ മറ്റുള്ളവരിൽ നിന്നും ഇവരെ വേറിട്ട് നിർത്തുന്ന ഒന്നാണ് ഇവരുടെ കാന്തിക ശക്തിയുള്ള കണ്ണുകൾ. ആ നോട്ടത്തിൽ ഒരു വല്ലാത്ത കാരുണ്യവും വശ്യതയും നിറഞ്ഞു നിൽക്കും. മറ്റുള്ളവരെ ആകർഷിക്കാൻ പ്രത്യേകമായി ഒന്നും ചെയ്യേണ്ടതില്ലാത്ത ജന്മങ്ങൾ. മുഖത്ത് എപ്പോഴും ഒരു ചെറിയ പുഞ്ചിരി കരുതി വയ്ക്കാൻ ഇവർക്കറിയാം. എന്നാൽ ആ ചിരിക്കു പിന്നിൽ ലോകമറിയാത്ത എത്രയോ സങ്കടങ്ങളും മാനസിക സംഘർഷങ്ങളും ഇവർ ഒളിപ്പിച്ചു കടത്തുന്നുണ്ടെന്ന് കൂടെയുള്ളവർ പോലും പലപ്പോഴും തിരിച്ചറിയാറില്ല. സ്വന്തം വേദനകൾ ആരെയും ഭാരപ്പെടുത്താതെ ഒറ്റയ്ക്ക് അനുഭവിച്ചു തീർക്കുക എന്നത് ഇവരുടെ സ്വഭാവത്തിലെ ഏറ്റവും വലിയ രഹസ്യങ്ങളിലൊന്നാണ്. ഉള്ളുരുകി കരയുമ്പോഴും ചുറ്റുമുള്ളവർക്കായി ഇവർ പ്രസന്നതയോടെ മാത്രം പെരുമാറുന്നു. മറ്റുള്ളവരുടെ സങ്കടങ്ങൾ സ്വന്തം നെഞ്ചിലേക്ക് ഏറ്റുവാങ്ങുന്ന ഒരു പ്രത്യേകതരം മനസ്സിന് ഉടമകളാണ് ഇവർ. വഴിയിൽ കാണുന്ന ഒരു ജീവിയുടെ വേദനയോ പ്രകൃതിയുടെ മാറ്റങ്ങളോ പോലും ഇവരുടെ ഉള്ളിൽ വലിയ ചലനങ്ങളുണ്ടാക്കും. സഹജീവികളോടുള്ള ഈ അളവറ്റ കാരുണ്യവും ദയയും തന്നെയാണ് പലപ്പോഴും ഇവരുടെ ഏറ്റവും വലിയ ശാപമായി മാറുന്നതും. ആരെങ്കിലും വന്ന് ഒരു സങ്കടം പറഞ്ഞാൽ ഉള്ളതെല്ലാം എടുത്തു കൊടുക്കാൻ ഇവർക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വരാറില്ല. എന്നാൽ ഈ നല്ല മനസ്സിനെ ചൂഷണം ചെയ്യാൻ ചുറ്റുമുള്ളവർ ശ്രമിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. തങ്ങൾ വഞ്ചിക്കപ്പെടുകയാണെന്ന് വൈകിയാണെങ്കിലും തിരിച്ചറിയുമ്പോൾ ഇവർ ആകെ തകർന്നു പോകും. പക്ഷേ ആ തകർച്ചയിലും ആരോടും വഴക്കിടാനോ പ്രതികാരം ചെയ്യാനോ ഇവർ തുനിയാറില്ല. തന്നെ വഞ്ചിച്ച വ്യക്തിയോട് ഒരു വാക്കുപോലും മിണ്ടാതെ ആ ജീവിതത്തിൽ നിന്നും ഇവർ നിശബ്ദമായി ഉൾവലിയുകയാണ് പതിവ്. എല്ലാ സങ്കടങ്ങളും ദൈവത്തിനു മുന്നിൽ സമർപ്പിച്ച് സ്വന്തം അന്തസ്സും കാത്ത് ഇവർ മാറി നിൽക്കും. ഈ നക്ഷത്രക്കാരുടെ മറ്റൊരു വലിയ രഹസ്യം ഇവരുടെ അതിശക്തമായ ആറാം ഇന്ദ്രിയമാണ്. വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചോ തങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന വ്യക്തിയുടെ യഥാർത്ഥ ഉദ്ദേശത്തെക്കുറിച്ചോ മുൻകൂട്ടി അറിയാൻ ഇവരുടെ മനസ്സിന് ഒരു പ്രത്യേക കഴിവുണ്ട്. ഒരാളെ ആദ്യമായി കാണുമ്പോൾ തന്നെ അയാളുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് ഇവർ കൃത്യമായി മനസ്സിലാക്കും. ചിലപ്പോൾ ഇവർ കാണുന്ന സ്വപ്നങ്ങൾ പോലും അതേപടി യാഥാർത്ഥ്യമായി മാറാറുണ്ട്. തങ്ങൾക്ക് മുൻകൂട്ടി തോന്നിയ കാര്യങ്ങൾ ശരിയാണെന്ന് കാലം തെളിയിക്കുമ്പോൾ ഇവർ ആരോടും അത് വിളിച്ചു പറയാൻ നിൽക്കാറില്ല. ആ രഹസ്യം മനസ്സിലൊതുക്കി ഇവർ സ്വയം അത്ഭുതപ്പെടാറാണ് പതിവ്. പ്രകൃതിയുമായും പ്രപഞ്ചവുമായുമുള്ള ഈ ഒരു നിഗൂഢമായ ആത്മീയ കണക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർക്ക് ജ്യോതിഷം, തത്വചിന്ത, ഈശ്വരീയ കാര്യങ്ങൾ എന്നിവയിലൊക്കെ വലിയ താൽപ്പര്യമുണ്ടായിരിക്കും. ഈ ഒരു കഴിവ് ഇവരെ മറ്റുള്ളവരിൽ നിന്നും തികച്ചും വ്യത്യസ്തരാക്കുന്നു. സാമ്പത്തിക കാര്യങ്ങളിലേക്ക് നോക്കിയാൽ ഇവർ പൊതുവെ ഭാഗ്യവതികൾ തന്നെയാണ്. എങ്കിലും പണത്തിനോട് അമിതമായ ആർത്തിയോ മോഹമോ ഒന്നും ഈ സ്ത്രീകൾക്കുണ്ടാകാറില്ല. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വഴി മാത്രമാണ് പണം എന്ന് ഇവർ വിശ്വസിക്കുന്നു. സഹായം ചോദിച്ചു വരുന്നവർക്ക് ഉള്ളത് പങ്കുവെക്കാൻ ഇവർക്ക് മടിയില്ല. ധനസമ്പാദനത്തേക്കാൾ ഉപരിയായി സ്വന്തം ആത്മാഭിമാനത്തിനും അന്തസ്സിനുമാണ് ഇവർ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വില കൽപ്പിക്കുന്നത്. തങ്ങളുടെ അന്തസ്സിന് നേരിയൊരു ഭംഗം വരുന്ന കാര്യങ്ങൾക്ക് പോലും ഇവർ മുതിരില്ല എന്നതാണ് സത്യം. എത്ര വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയാലും മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടാൻ ഇവർക്ക് കഠിനമായ മടിയാണ്. സ്വന്തം പ്രശ്നങ്ങൾ ആരോടും പറയാതെ, ആരോടും സഹായം ചോദിക്കാതെ സ്വന്തം നിലയിൽ തന്നെ പരിഹരിക്കാൻ ഇവർ പരമാവധി ശ്രമിക്കും. ആരുടെയും തണലില്ലാതെ സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഈ സ്വയംഭരണ മനോഭാവം ഇവരുടെ വലിയൊരു സവിശേഷതയാണ്. കുടുംബജീവിതത്തിലേക്ക് കടക്കുമ്പോൾ രേവതി നക്ഷത്രക്കാരായ സ്ത്രീകൾ മാതൃകാപരമായ പങ്കാളികളും അമ്മമാരുമായി തിളങ്ങുന്നു. ഭർത്താവിനെയും മക്കളെയും സ്വന്തം ജീവനേക്കാൾ അധികം സ്നേഹിക്കാൻ ഇവർക്ക് കഴിയും. കുടുംബത്തിന്റെ ഐശ്വര്യവും സമാധാനവും നിലനിർത്താൻ ഇവർ നിരന്തരം പ്രയത്നിക്കാറുണ്ട്. വീട്ടിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ആസൂത്രണം ചെയ്ത് ഭംഗിയായി നടപ്പിലാക്കാൻ ഇവർക്ക് പ്രത്യേകം എടുക്കുണ്ട്. എങ്കിലും പങ്കാളിയിൽ നിന്നും ഇവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വൈകാരികമായ പിന്തുണയോ സ്നേഹമോ പലപ്പോഴും ഇവർക്ക് ലഭിക്കാറില്ല എന്നൊരു രഹസ്യ സങ്കടം ഇവരിൽ ഭൂരിഭാഗം പേർക്കും ഉണ്ടാകാറുണ്ട്. താൻ നൽകുന്ന അത്രയും സ്നേഹവും പരിഗണനയും തിരികെ കിട്ടണമെന്നിവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അത് പങ്കാളിയോട് തുറന്നു പറയാൻ ഇവർക്ക് വലിയ മടിയായിരിക്കും. ഈ ഒരു കാര്യത്തിൽ ഇവർ മനസ്സിൽ വലിയൊരു ശൂന്യത കൊണ്ടു നടക്കാറുണ്ട്. എങ്കിലും തങ്ങളുടെ കടമകളിൽ നിന്നും ഇവർ ഒരിക്കലും പിന്മാറില്ല. മക്കളുടെ കാര്യത്തിൽ ഇവർ അതീവ ശ്രദ്ധാലുക്കളാണ്. അവരെ നല്ല സംസ്കാരമുള്ളവരായി വളർത്താൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. കുട്ടികൾക്ക് ഒരു നല്ല സുഹൃത്തായി മാറാൻ ഇവർക്ക് സാധിക്കും.
എന്നാൽ ഇവർക്ക് കുട്ടികളോട് അമിതമായ ഒരു വൈകാരിക അടുപ്പം ഉള്ളതുകൊണ്ട് തന്നെ കുട്ടികളുടെ ചെറിയ പ്രശ്നങ്ങൾ പോലും ഇവരെ വല്ലാതെ അസ്വസ്ഥരാക്കാറുണ്ട്. പലപ്പോഴും മക്കളുടെ കാര്യത്തിൽ അമിതമായ ആശങ്ക വെച്ചു പുലർത്തുന്നവരാണ് രേവതി നക്ഷത്രക്കാരായ സ്ത്രീകൾ. ഈ ഉത്കണ്ഠ ഇവർ പുറമേക്ക് കാണിച്ചില്ലെങ്കിലും മനസ്സിൽ എപ്പോഴും ഭയമുള്ളവരായിരിക്കും. രേവതി നക്ഷത്രക്കാരായ സ്ത്രീകളുടെ സ്വഭാവത്തിലെ ഏറ്റവും വലിയൊരു നിഗൂഢത ഇവരുടെ മൂഡ് വ്യതിയാനങ്ങളാണ്. ഒരു നിമിഷം വളരെ സന്തോഷത്തോടെ പ്രസന്നമായിരിക്കുന്ന ഇവർ തൊട്ടടുത്ത നിമിഷം വല്ലാത്തൊരു നിശബ്ദതയിലേക്ക് അല്ലെങ്കിൽ ആഴമേറിയ വിഷാദത്തിലേക്ക് വഴുതി വീണേക്കാം. ഇതിന് പ്രത്യേകമായൊരു കാരണം കണ്ടെത്താൻ കൂടെയുള്ളവർക്ക് പലപ്പോഴും കഴിഞ്ഞെന്ന് വരില്ല. ജലരാശിയുടെ ശക്തമായ സ്വാധീനമുള്ളതുകൊണ്ട് തന്നെ ഇവരുടെ വികാരങ്ങൾ കടൽ പോലെ പെട്ടെന്ന് മാറിമറിഞ്ഞുകൊണ്ടിരിക്കും. ചിലപ്പോൾ പ്രശാന്ത സുന്ദരം, ചിലപ്പോൾ പ്രക്ഷുബ്ധം. ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഇവർ അങ്ങേയറ്റം ഏകാന്തത ആഗ്രഹിക്കും. മറ്റാരോടും സംസാരിക്കാതെ സ്വന്തം ലോകത്ത് ഒതുങ്ങിക്കൂടാൻ ഇവർ ഇഷ്ടപ്പെടും. യഥാർത്ഥത്തിൽ ഈ ഏകാന്തതയാണ് ഇവരുടെ നഷ്ടപ്പെട്ട ഊർജം വീണ്ടെടുക്കാനുള്ള ഒരേയൊരു മാർഗം. എന്നാൽ ചുറ്റുമുള്ളവർക്ക് ഇവരുടെ ഈ പെട്ടെന്നുള്ള മാറ്റം മനസ്സിലാക്കാൻ വലിയ പ്രയാസമായിരിക്കും. ഇവർക്ക് തങ്ങളോട് പെട്ടെന്ന് എന്തോ ദേഷ്യം തോന്നിയതാണോ എന്ന് മറ്റുള്ളവർ ചിന്തിക്കാൻ ഇത് കാരണമാകാറുണ്ട്. എന്നാൽ യാഥാർത്ഥ്യം അതല്ല. അവർ സ്വന്തം ഉള്ളിലെ വികാരങ്ങളെയും ചിന്തകളെയും സ്വയം ക്രമീകരിക്കാനുള്ള ഒരു തീവ്ര ശ്രമത്തിലായിരിക്കും ഈ സമയങ്ങളിൽ. വിദ്യാഭ്യാസം, തൊഴിൽ തുടങ്ങിയ മേഖലകളിലേക്ക് നോക്കിയാൽ ഇവർ വളരെ ഉയർന്ന നിലയിൽ എത്തിച്ചേരുന്നതായി കാണാം. ബുധന്റെ സ്വാധീനമുള്ളതുകൊണ്ട് തന്നെ വളരെ മികച്ച ബുദ്ധിശക്തിയും കാര്യഗ്രഹണശേഷിയും ഇവർക്ക് ജന്മനാ ലഭിച്ചിട്ടുണ്ട്. ഏത് കാര്യവും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. അധ്യാപനം, ബാങ്കിംഗ്, കൗൺസിലിംഗ്, നഴ്സിംഗ്, കല, സാഹിത്യം തുടങ്ങിയ മേഖലകളിൽ ഇവർക്ക് വലിയ രീതിയിൽ തിളങ്ങാൻ സാധിക്കും. മറ്റുള്ളവരെ നയിക്കാനും കാര്യങ്ങൾ നിയന്ത്രിക്കാനുമുള്ള ഒരു പ്രത്യേക ഭരണപാടവം ഇവരിൽ എപ്പോഴും ഒളിഞ്ഞിരിപ്പുണ്ട്. ജോലിസ്ഥലത്ത് ഇവർ വളരെ വിശ്വസ്തരും ഉത്തരവാദിത്ത ബോധമുള്ളവരുമായിരിക്കും. ഏൽപ്പിച്ച ജോലി കൃത്യസമയത്ത് ഭംഗിയായി പൂർത്തിയാക്കാൻ ഇവർക്ക് പ്രത്യേക ശ്രദ്ധയുണ്ടാകും. എന്നാൽ തങ്ങളുടെ കഴിവിനൊത്ത അംഗീകാരം ലഭിച്ചില്ലെങ്കിൽ ഇവർ വല്ലാതെ നിരാശരാകും. എങ്കിലും അത് പരസ്യമായി പ്രകടിപ്പിച്ച് വഴക്കുണ്ടാക്കാൻ ഇവർ ഒരിക്കലും തുനിയില്ല. പകരം അവിടെ നിന്നും നിശബ്ദമായി മാറി മറ്റൊരു നല്ല അവസരത്തിനായി കാത്തിരിക്കുകയാണ് ചെയ്യുക. ഈ നക്ഷത്രക്കാരായ സ്ത്രീകളുടെ മറ്റൊരു വലിയ രഹസ്യം ഇവർ സാഹചര്യങ്ങൾക്കനുസരിച്ച് വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുമെങ്കിലും തങ്ങളുടെ ആദർശങ്ങളിൽ നിന്നും ഒരിക്കലും വ്യതിചലിക്കില്ല എന്നതാണ്. സത്യസന്ധത ഇവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒന്നാണ്. കളവ് പറയുന്നവരെയോ വഞ്ചിക്കുന്നവരെയോ ഇവർക്കൊട്ടും സഹിക്കാൻ കഴിയില്ല. ആരെങ്കിലും തങ്ങളോട് കള്ളം പറയുന്നു എന്ന് മനസ്സിലായാൽ പിന്നീട് ആ വ്യക്തിയോട് പഴയതുപോലെ പെരുമാറാൻ ഇവർക്ക് കഴിയില്ല. പൂർണ്ണമായി അവരെ ജീവിതത്തിൽ നിന്നും ഒഴുക്കിമാറ്റാൻ ഇവർ മടിക്കില്ല. മുഖസ്തുതി പറയുന്നവരെ ഇവർക്ക് അത്ര താൽപ്പര്യമില്ല. ആത്മാർത്ഥമായ ബന്ധങ്ങൾക്കാണ് ഇവർ എപ്പോഴും മുൻഗണന നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് സുഹൃത്തുക്കളുടെ എണ്ണം വളരെ കുറവായിരിക്കും. ഉള്ള സുഹൃത്തുക്കൾ വളരെ വിശ്വസ്തരും ആത്മാർത്ഥതയുള്ളവരുമായിരിക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കും. യാത്രകളെ ഒരുപാട് പ്രണയിക്കുന്നവരാണ് ഈ നക്ഷത്രക്കാർ. പ്രത്യേകിച്ച് പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളും ശാന്തത നിറഞ്ഞ പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കാൻ ഇവർക്ക് വലിയ താൽപ്പര്യമാണ്. പ്രകൃതിയോട് ഇവർക്ക് ഒരു പ്രത്യേക ആത്മബന്ധം തന്നെയുണ്ട്. ഒഴിവു സമയങ്ങളിൽ ചെടികൾ നട്ടുപിടിപ്പിക്കാനും അവയെ സ്വന്തം മക്കളെപ്പോലെ പരിചരിക്കാനും ഇവർ സമയം കണ്ടെത്താറുണ്ട്. മാനസികമായി വല്ലാത്തൊരു സങ്കടം വരുമ്പോൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നത് വഴി ഇവർക്ക് വലിയ രീതിയിലുള്ള ആശ്വാസം ലഭിക്കാറുണ്ട്. സംഗീതം, നൃത്തം, ചിത്രരചന തുടങ്ങിയ ലളിതകലകളോട് ഇവർക്ക് ആഴത്തിലുള്ള ആഭിമുഖ്യമുണ്ടായിരിക്കും. പലരും നല്ല രീതിയിൽ പാടാനും എഴുതാനും കഴിവുള്ളവരായിരിക്കും. തങ്ങളുടെ ഉള്ളിൽ ഒതുക്കി വച്ചിരിക്കുന്ന തീവ്രമായ വികാരങ്ങളെ പുറത്തു പ്രകടിപ്പിക്കാൻ ഇവർ ഈ കലകളെ ഒരു നല്ല മാധ്യമമാക്കാറുണ്ട്. ആരോഗ്യകാര്യങ്ങളിൽ ഇവർ പൊതുവെ ശ്രദ്ധാലുക്കളായിരിക്കുമെങ്കിലും അമിതമായ ചിന്തയും ഉത്കണ്ഠയും കാരണം ഇവർക്ക് മാനസികമായ സമ്മർദ്ദം ഏറാൻ സാധ്യതയുണ്ട്. ഇത് പലപ്പോഴും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കോ ഉറക്കമില്ലായ്മയ്ക്കോ കാരണമാകാറുണ്ട്. കൂടാതെ കാലുകൾക്കും പാദങ്ങൾക്കും ചെറിയ രീതിയിലുള്ള വേദനകളോ അസ്വസ്ഥതകളോ ഇവർക്കുണ്ടാകാൻ സാധ്യത കൂടുതലാണ്. തങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പോലും മറ്റുള്ളവരുടെ മുന്നിൽ വലിയ കാര്യമായി അവതരിപ്പിക്കാൻ ഇവർക്ക് ഒട്ടും താൽപ്പര്യമുണ്ടാകില്ല. എല്ലാം സ്വയം സഹിക്കുന്നൊരു സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ രോഗം വല്ലാതെ കൂടുമ്പോൾ മാത്രമായിരിക്കും ഇവർ ഒരു ഡോക്ടറെ കാണാൻ പോലും തയ്യാറാകുന്നത്. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ ജീവിതത്തിൽ പലപ്പോഴും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. ജീവിതത്തിന്റെ ആദ്യ പകുതിയിൽ ഇവർക്ക് ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും നഷ്ടങ്ങളും നേരിടേണ്ടി വരാറുണ്ടെങ്കിലും അനുഭവങ്ങളിൽ നിന്നും പഠിക്കുന്ന പാഠങ്ങളാണ് ഇവരെ കരുത്തരാക്കുന്നത്. ജീവിതത്തിന്റെ രണ്ടാം പകുതിയിലേക്ക് കടക്കുമ്പോൾ ഇവർ വളരെ സമാധാനപരവും ആനന്ദകരവുമായ ഒരു ജീവിതം നയിക്കുന്നതായി കാണാം. ചെറുപ്പകാലത്ത് വളരെ ശാഠ്യക്കാരോ നിർബന്ധ ബുദ്ധിയുള്ളവരോ ആയിരുന്ന ഇവർ പ്രായമാകുന്തോറും വളരെ പക്വതയുള്ളവരും ക്ഷമാശീലരുമായി മാറും.
തങ്ങളെ വേദനിപ്പിച്ചവരോടുപോലും പൂർണ്ണമായി ക്ഷമിക്കാനുള്ള ഒരു വലിയ മനസ്സ് പ്രായമാകുന്നതോടെ ഇവരിൽ വളർന്നുവരും. രേവതി നക്ഷത്രത്തിലെ സ്ത്രീകളുടെ മറ്റൊരു രഹസ്യ സ്വഭാവം ഇവർ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നതാണ്. ആരുടെയും വ്യക്തിജീവിതത്തിലേക്ക് എത്തിനോക്കാനോ പരദൂഷണം പറയാനോ ഇവർക്ക് താൽപ്പര്യമില്ല. സ്വന്തം കാര്യവും സ്വന്തം കുടുംബവുമായി മുന്നോട്ടു പോകാനാണ് ഇവർക്കിഷ്ടം. എന്നാൽ ആരെങ്കിലും വന്ന് സഹായം ചോദിച്ചാൽ തങ്ങളാൽ കഴിയുന്ന രീതിയിൽ സഹായിക്കുകയും ചെയ്യും. ഈ ഒരു നിസ്സംഗത പലപ്പോഴും ഇവർക്ക് ഒരു അഹങ്കാരി എന്ന ലേബൽ ചാർത്തി കൊടുക്കാൻ ഇടയാക്കാറുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അത് അഹങ്കാരമല്ല, മറിച്ച് മറ്റുള്ളവരുടെ സ്വകാര്യതയെ മാനിക്കുന്നതുകൊണ്ടും സ്വന്തം സമാധാനം കളയാൻ താൽപ്പര്യമില്ലാത്തതുകൊണ്ടുമാണ് ഇവർ അങ്ങനെ പെരുമാറുന്നത്. ഈശ്വരവിശ്വാസം ഇവരുടെ ജീവിതത്തിന്റെ അടിസ്ഥാന ശിലയാണ്. എല്ലാ കാര്യങ്ങളും ഈശ്വര നിശ്ചയപ്രകാരമാണ് നടക്കുന്നത് എന്ന് വിശ്വസിക്കാൻ ഇവർക്ക് എളുപ്പത്തിൽ സാധിക്കും. ജീവിതത്തിൽ വലിയ പരാജയങ്ങൾ ഉണ്ടാകുമ്പോഴും ഇവർ പൂർണ്ണമായി തകർന്നു പോകാതെ പിടിച്ചു നിൽക്കുന്നത് ഈ ഈശ്വരവിശ്വാസത്തിന്റെ ബലത്തിലാണ്. പ്രാർത്ഥനയും ധ്യാനവും ഇവരുടെ ജീവിതത്തിന്റെ ഭാഗമായിരിക്കും. എന്നാൽ ഇത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ളതായിരിക്കില്ല. തികച്ചും ആന്തരികവും നിശബ്ദവുമായ ഒരു പ്രാർത്ഥനാ രീതിയായിരിക്കും ഇവരുടേത്. ഈ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് സമൂഹത്തിൽ നല്ലൊരു സ്ഥാനവും ബഹുമാനവും ലഭിക്കാറുണ്ട്. ഇവരുടെ പെരുമാറ്റത്തിലെ മാന്യതയും സംസാരത്തിലെ മിതത്വവും മറ്റുള്ളവരിൽ വലിയ ബഹുമാനമുണ്ടാക്കും. ആരോടും അതിരുവിട്ട് സംസാരിക്കാനോ മോശമായി പെരുമാറാനോ ഇവർ തുനിയാറില്ല. എല്ലാവർക്കും തുല്യമായ പരിഗണന നൽകാൻ ഇവർ ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ ജോലി ചെയ്യുന്ന സ്ഥലത്തായാലും താമസിക്കുന്ന സ്ഥലത്തായാലും എല്ലാവർക്കും ഇവരെക്കുറിച്ച് നല്ല അഭിപ്രായമേ പറയാനുണ്ടാകൂ. ഭക്ഷണകാര്യത്തിൽ ഇവർക്ക് ഒരു പ്രത്യേക താൽപ്പര്യമുണ്ടായിരിക്കും. നല്ല രുചിയുള്ള ഭക്ഷണം കഴിക്കാനും അത് മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കാനും ഇവർക്ക് വലിയ ഇഷ്ടമാണ്. അതിഥികളെ സൽക്കരിക്കുന്നതിൽ ഇവർ മുന്നിലായിരിക്കും. വീട്ടിൽ വരുന്നവർക്ക് വയറു നിറയെ ഭക്ഷണം നൽകി സന്തോഷിപ്പിക്കുന്നത് ഇവർക്ക് വലിയൊരു പുണ്യമായിട്ടാണ് തോന്നാറുള്ളത്. പാചകത്തിൽ ഇവർക്ക് തനതായ ചില ശൈലികൾ ഉണ്ടായിരിക്കും. അത് പലപ്പോഴും മറ്റുള്ളവരുടെ പ്രശംസ പിടിച്ചുപറ്റാറുണ്ട്. രേവതി നക്ഷത്രക്കാരായ സ്ത്രീകളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇവരുടെ അമിതമായ വികാരഭരിതത്വമാണ്. ഏതു കാര്യത്തെയും ഇവർ ഹൃദയം കൊണ്ട് മാത്രമാണ് സമീപിക്കാറുള്ളത്. ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ പലപ്പോഴും മറന്നുപോകും. ഇത് പലപ്പോഴും ഇവരെ തെറ്റായ തീരുമാനങ്ങളിലേക്ക് നയിക്കാറുണ്ട്. ആരെയും പെട്ടെന്ന് വിശ്വസിക്കുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് തന്നെ പലരിൽ നിന്നും ഇവർക്ക് വഞ്ചന നേരിടേണ്ടി വരുന്നു. ഈ ഒരു കാര്യത്തിൽ ഇവർ കുറച്ചുകൂടി പ്രായോഗികമായി ചിന്തിക്കാൻ പഠിക്കേണ്ടതുണ്ട്. വികാരങ്ങളെ നിയന്ത്രിച്ച് ബുദ്ധിപൂർവം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ശീലിച്ചാൽ ഇവരുടെ ജീവിതം കൂടുതൽ സുഗമമാകും. തങ്ങളുടെ പങ്കാളിയുമായി നല്ലൊരു ആത്മബന്ധം സ്ഥാപിക്കാൻ ഇവർ എപ്പോഴും ആഗ്രഹിക്കുന്നു. ശാരീരികമായ അടുപ്പത്തേക്കാൾ ഉപരിയായി മാനസികമായ ഒരു ഐക്യമാണ് ഇവർ പങ്കാളിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. തങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കുന്ന, തങ്ങളുടെ നിശബ്ദതയുടെ അർത്ഥം തിരിച്ചറിയുന്ന ഒരു പങ്കാളിയാണ് ഇവർക്ക് ആവശ്യം. അങ്ങനെയൊരു പങ്കാളിയെ ലഭിച്ചാൽ ഇവർ ലോകത്തിലെ ഏറ്റവും സന്തുഷ്ടയായ സ്ത്രീയായി മാറും. പങ്കാളിയുടെ വിജയത്തിനു വേണ്ടി ഏതറ്റം വരെ പോകാനും ഇവർ തയ്യാറാകും. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തിയായി നിലകൊള്ളാൻ ഇവർക്ക് സാധിക്കും. രേവതി നക്ഷത്രക്കാരായ സ്ത്രീകളെക്കുറിച്ച് പറയുമ്പോൾ ഒടുവിലായി പറയേണ്ടത് ഇവരുടെ ഉള്ളിലെ ആ നിഗൂഢമായ ശാന്തതയെക്കുറിച്ചാണ്. ലോകം എത്രയൊക്കെ മാറിയാലും ചുറ്റും എത്രയൊക്കെ കോലാഹലങ്ങൾ ഉണ്ടായാലും തങ്ങളുടെ ഉള്ളിലെ ആ ശാന്തമായ പ്രപഞ്ചത്തെ കാത്തുസൂക്ഷിക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. അവളൊരു അമ്മയായി, ഭാര്യയായി, സുഹൃത്തായി, സഹോദരിയായി ഒക്കെ ജീവിക്കുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ അവൾ തികച്ചും സ്വതന്ത്രയായ ആത്മീയമായ ഒരു ആത്മാവായി നിലകൊള്ളുന്നു. മറ്റാരുടെയും കൈകൾക്ക് തൊടാൻ സാധിക്കാത്ത ഒരു ആന്തരിക ലോകം അവൾക്കുണ്ട്. ആ ലോകമാണ് അവളുടെ യഥാർത്ഥ ശക്തിയും രഹസ്യവും. ഈ സവിശേഷതകളെല്ലാം ഒത്തുചേർന്ന രേവതി നക്ഷത്രക്കാരായ സ്ത്രീകൾ തീർച്ചയായും ഭൂമിയിലെ ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിലുമുണ്ടോ ഇതുപോലെ ഉള്ളിൽ കടലൊളിപ്പിച്ച ഒരു രേവതി നക്ഷത്രക്കാരി? ഉണ്ടെങ്കിൽ അവരുടെ സ്വഭാവവുമായി ഈ കാര്യങ്ങൾ എത്രത്തോളം ഒത്തുപോകുന്നുണ്ട് എന്ന് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ.